പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതിരാവിലെ തന്നെ ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവവചനം എനിക്ക് അനുഗ്രഹമാകുന്നുണ്ട് എന്ന് ഉറച്ച വിശ്വാസത്താൽ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ കർത്താവ് നമ്മളെ അനുവദിച്ചതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം 2 ദിനവൃത്താന്തം 26 അധ്യായം 5 തിരുവചനം. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സഖറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഉസ്സിയായെക്കുറിച്ചാണ് ഈ തിരുവചനത്തിലൂടെ ദൈവം വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ അടുക്കലേക്ക്, ദൈവഭക്തിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ടാവും. നമ്മുടെ അമ്മയോ അപ്പനോ ഒക്കെ ആയിരിക്കും അതിൻ്റെ തുടക്കം. അപ്പൻ്റെ കൈ പിടിച്ച് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ, അമ്മയുടെ സാരിയിൽ പിടിച്ച് ദേവാലയത്തിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ, ആ ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ഭക്തി അഭ്യസിപ്പിക്കുവാൻ മക്കളെ പഠിപ്പിക്കുകയാണ് മാതാപിതാക്കൾ ചെയ്യുന്നത്. അതിനുശേഷം മതാധ്യാപകരിലൂടെ, വൈദികരിലൂടെ, സിസ്റ്റേഴ്സിലൂടെ, ആധ്യാത്മിക വ്യക്തികളിലൂടെ ഒക്കെ മനുഷ്യൻ ദൈവഭക്തി അഭ്യസിക്കുമ്പോൾ അവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങും. ഓരോ മനുഷ്യനും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാലം അത്രയും ദൈവം അവന് ഐശ്വര്യം തിരിച്ചു നൽകിക്കൊണ്ടിരിക്കും. നീ ലോകത്തിൻ്റെ പുറകെ പോകുമ്പോൾ ലോകം പലതും നിന്നിൽ നിന്ന് ആഗ്രഹിക്കും. എന്നാൽ ഒരു ശിശുവിനെ പോലെ നീ ദൈവത്തെ അന്വേഷിച്ച് നടക്കുവാൻ തുടങ്ങുമ്പോൾ, ഏത് കാലം വരെ നീ അന്വേഷിക്കുന്നു, നിൻ്റെ 100-ാമത്തെ വയസ്സ് വരെയും നീ ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ അത്രയും കാലം ദൈവം നിനക്ക് ഐശ്വര്യവും നൽകും. ഇതൊരു വലിയ വാഗ്ദാനമാണ്. ഉസ്സിയായിക്ക് ദൈവം കൊടുത്ത വലിയൊരു വാഗ്ദാനമാണ്. കർത്താവിനെ അന്വേഷിച്ചിരുന്ന കാലം അത്രയും അവന് പ്രതിഫലമായി അവന് ലഭിച്ചത് ഐശ്വര്യമാണ്. ആമേൻ ചൊല്ലി നമ്മൾക്കും ഈ വചനം ഏറ്റെടുക്കാം. നമ്മുടെ പഴയ കാലത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടാകാം, ദൈവത്തിൽ നിന്ന് അകന്നിട്ടുണ്ടാകാം. ഇപ്പോഴും ദൈവത്തോട് അകന്ന് മല്ലടിച്ചായിരിക്കും നിൽക്കുന്നത്. അതൊന്നും സാരമില്ല. ഈ നിമിഷം നീ ദൈവത്തെ അന്വേഷിക്കുവാൻ മനസ്സുകൊണ്ട്, വിശ്വാസം കൊണ്ട് നീ നിൻ്റെ നഷ്ടപ്പെട്ടു പോയ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ നിനക്ക് ദൈവം ഐശ്വര്യം തരാൻ തുടങ്ങും. എൻ്റെ ശ്രവിക്കുന്ന യുവതി യുവാക്കന്മാരെ, ദൈവത്തെ കുറ്റം പറഞ്ഞിരിക്കുന്നതിന് പകരം
എനിക്ക് നല്ല ജോലി ലഭിച്ചില്ല, എനിക്ക് നല്ല ശമ്പളമില്ല, എനിക്ക് പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരം എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അന്വേഷിച്ചുകൊണ്ട് നിൻ്റെ പ്രിയ പിതാവായ ദൈവത്തെ ഏറ്റവും അടുത്തറിയുവാൻ അന്വേഷിക്കുവാൻ തുടങ്ങുക. ഇന്ന് നീ അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ പല കെട്ടുകളും ഇന്ന് തന്നെ അഴിയുവാനും തുടങ്ങും. നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി അന്വേഷണം ആരംഭിക്കുമ്പോൾ നിനക്ക് ഒന്നൊന്നായിട്ട് നിൻ്റെ കൈകളിലേക്ക് ഐശ്വര്യം കടന്നു വരുന്നത് നിനക്ക് കാണുവാൻ സാധിക്കും. ഈശോ കാണാതെ പോയ ആട്ടിൻകുട്ടിയെ തിരയുന്നുണ്ട്. വിധവയായ സ്ത്രീ നഷ്ടപ്പെട്ട നാണയത്തെ തിരയുന്നുണ്ട്. നമുക്ക് നഷ്ടപ്പെട്ടത് പോയത് ദൈവത്തെയാണ്. ആ ദൈവത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ആ ദൈവം നിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയുണ്ട്. വിശ്വാസത്തോടെ നീ ഒന്ന് കൈ നീട്ടിയാൽ ദൈവം നിൻ്റെ കൈ പിടിക്കും. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരിച്ചു കിട്ടും. നീ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം നിനക്ക് തരും. ഐശ്വര്യം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം മുതൽ നമുക്കൊരുമിച്ച് ദൈവത്തെ അന്വേഷിക്കാം. ഒരുമിച്ച് ദൈവം നൽകുന്ന ഐശ്വര്യം സ്വീകരിക്കാം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി ഈ ഭൂമിയിലുള്ള 800 കോടിയിലധികം വരുന്ന മക്കളെ ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. ഈശോ അവർക്ക് അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ട ഐശ്വര്യം നൽകുകയും ചെയ്യട്ടെ. പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തു വഴി നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.